സാർ, അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ എനിക്ക് കഴിയില്ല. അതെന്റെ ചെറിയമ്മയായതുകൊണ്ടുള്ള സെന്റിമെന്റ്സ് ഒന്നുമല്ല. പോലീസിന് കേസ് വൈൻഡപ്പ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞല്ലോ. എന്റെ കണക്കൂട്ടില് ചെറിയമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ തർക്കിക്കുകയല്ല. എനിക്ക് എന്റെ പൊസിഷനിൽ നിന്നുകൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റൂ. സർ, ഒരു തോന്നലാണ്. പലപ്പോഴും പല വിവാദമായ കേസുകളിൽ ഇത്തരം തോന്നലുകൾ എന്നെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം? ബെഞ്ചമിൻ വിദേശത്തേക്ക് കടന്നു പോലും. എന്താ സാർ ഇത്? കുറച്ചുകൂടി ഗൗരവത്തിൽ സാറിത് കൈകാര്യം ചെയ്യുന്ന ഞാൻ കരുതിയത്. ഒരു സാധാ പോലീസുകാരന്റെ മറുപടി സാറിന് എങ്ങനെ സ്യൂട്ടാവും? എത്രയോ നാൾ മുതൽ വരുണിനും രാധികയ്ക്കും പിറകെ ബെഞ്ചമിൻ മുഖം മാർച്ച് നടക്കുന്ന സമയം മുതൽ ഈ അന്വേഷണം നടക്കുന്നതാ. സർ, നിങ്ങൾക്ക് ഡെയിലി റെക്കോർഡ്സ് ഉണ്ടാവും. ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇന്നലെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നൊക്കെ. അതിന്റെ എന്തെങ്കിലും ഫലം കാണണ്ടേ? സ്റ്റിൽ നിങ്ങൾ ഇരുട്ടി തപ്പിക്കൊണ്ടിരിക്കുക. ബെഞ്ചമിൻ ആര്? അയാൾക്ക് പുറകിൽ ആര്? സി, നോ ആൻസർ. ക്രിമിനൽസിന്റെ പെരുമാറ്റം ആരതി വർമ്മ ആദ്യമായിട്ടല്ലല്ലോ കാണുന്നത്. പലപ്പോഴും പലരുടെയും പഴുതുകളൊന്നും കാണാറുണ്ടാവില്ല. അങ്ങനെയൊന്ന് വീണ് കിട്ടുമ്പോഴാണ് ഞങ്ങളുടെ ആക്ഷൻ ആയാലും ആരതി വർമ്മയുടെ വാദങ്ങളായാലും നിലനിൽക്കുന്നത്. അതിനിപ്പോ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തണ്ട. സർ, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. എല്ലാത്തിനും കാരണം ഞാനാ. എന്റെ പിടിപ്പുകളാ. ആരും നിന്നെ കുറ്റപ്പെടുത്തില്ലടാ. നമ്മുടെ കുടുംബത്തിനൊരു വലിയ വീഴ്ച സമയമാണ്. നമ്മൾ വീണു, അത്രേ ഉള്ളൂ. ചെറിയമ്മേ, ഇതൊക്കെ കാണാൻ സുഖമുള്ള കാഴ്ച. പക്ഷെ ഇവരുടെ കൂടെ തെരുവിതെന്താ നമ്മളും പോണ്ടേ? ഇതൊന്നും അല്ല കൽപ്പന യഥാർത്ഥ കാഴ്ച. അത് നീ കാണാനിരിക്കുന്നേ ഉള്ളൂ. നീ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാരും. എന്താ ചെറിയമ്മ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഭക്തരല്ലേ. ആപത്ത് സമയത്ത് രക്ഷിക്കാൻ ദൈവം വരുമെന്ന് പറയാറില്ലേ? വരും, ഉറപ്പായിട്ടും വരും. തരാവുന്ന അവധിയെല്ലാം അവര് തന്നു കഴിഞ്ഞതാ. നമ്മുടെ സ്ഥിതി വളരെ മോശമായതല്ലോ ഏട്ടാ, മോശമാക്കിയതല്ലേ എല്ലാരും കൂടി. ഏറെ നാളത്തെ ജയിൽവാസത്തിന് ശേഷം ഞാൻ എന്റെ കുടുംബത്തേക്ക് വരുമ്പോ കാണുന്ന കാഴ്ച ഇതാ. എന്റെ ഏട്ടനും ഏട്ടത്തിയും അമ്മയൊക്കെ തെരുവിൽ നിൽക്കുന്നു. അത് അനുവദിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല.
എന്താ സർ, കണിമംഗലം പോലൊരു കുടുംബത്തിന്റെ ഉള്ളിൽ കയറി ഇത്രയും അക്രമങ്ങളൊക്കെ കാണിക്കാൻ ധൈര്യമായോ നിങ്ങൾക്ക്? നോക്കൂ, ഞങ്ങൾക്ക് യാതൊരു വാശിയില്ല. അത് പരമേശ്വര സാറിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇപ്പോ ഈ നിമിഷം തന്നെ ബാങ്കിലേക്ക് അടയ്ക്കാനുള്ള തുക മുഴുവനായിട്ട് തിരിച്ചടയ്ക്കാൻ ഒക്കുമെങ്കിൽ വന്നതുപോലെ ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. എന്താ സർ? ഞാൻ മാനേജറോട് സംസാരിക്കുന്നു. അതിന്റെ ഇടയിൽ സാറിന്റെ ആവശ്യമില്ല. സർ, നിങ്ങളെല്ലാം ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. കണിമംഗലത്തിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ അനുവദിച്ചു തരില്ല. ചന്ദ്രശേഖര, ഏട്ടനൊന്നും മിണ്ടായിരിക്കും. മറുപടി അവര് പറയട്ടെ. പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ മടങ്ങാം. പക്ഷേ ബാങ്കിന്റെ ബാധ്യതകൾ തീർക്കാൻ നിങ്ങൾ തയ്യാറാണോ? അത്രയും തുക എന്നെ കൊണ്ട് നടക്കില്ല. പിന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന യാതൊരു അർത്ഥവുമില്ല. ജപ്തി നടപടികൾ നടക്കും. നോ സർ, എന്നെ കൊണ്ട് നടക്കില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. ആരെക്കൊണ്ടും ഇത് സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ബാങ്കിന്റെ ബാധ്യത ഏതാനും നിമിഷങ്ങൾക്കകം തീരും. അതിനുള്ള ആളിപ്പോ എത്തും.